നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒപ്പാമ്പ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആ വേർഡ് അറിയാം ഇൻ്റഗ്രേറ്റർ എന്താണെന്ന് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററുമാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ട് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റഗ്രേറ്റർ? ആൻ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ആണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ഇൻ്റഗ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കി, ഇൻ്റഗ്രേറ്റർ ഞാനിപ്പോൾ ഇവിടെ ഫിഗറിൽ വരച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റർ, ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റർ ആണ്. പ്രാക്ടിക്കലി നമ്മളൊരു ഇൻ്റഗ്രേറ്റർ വരയ്ക്കുമ്പോൾ അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരാം. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റർ നിങ്ങൾ നോക്ക്, ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒപ്പാമ്പ് എടുത്തു. ഈ ഒപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഞാൻ എന്ത് ചെയ്തു? ഈ ഒപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഞാൻ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഞാൻ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഞാൻ ഇൻപുട്ട് കൊടുത്തു. ഇവിടെ ഞാനൊരു റെസിസ്റ്റർ യൂസ് ചെയ്തു R1 അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഞാനൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഒരു ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്റർ. നോർമലി അവിടെ വരേണ്ടത് RF എന്നുള്ളൊരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിരുന്നു. അതിന് പകരം ഞാനൊരു CF എന്നുള്ള കപ്പാസിറ്ററാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കണക്ഷനെ നമുക്ക് എന്ത് പറയാം? ഒപ്പാമ്പ് ഇൻ്റഗ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു കേസാണ്. നമുക്കിതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രം പറയാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു -1/R1 × CF. ഇതിൽ മൈനസ് വരാൻ കാരണം നമ്മൾ ഇൻവേർട്ടിങ്ങിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. -R1 × CF. R1 എന്നുള്ള ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ്, CF എന്നുള്ള ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ്, ഇൻ്റഗ്രൽ ഓഫ് 0 to t V in × dt പ്ലസ് V out of 0. ഇത് ശരി കോൺസ്റ്റൻ്റ് ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ജനറലി എഴുതാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അല്ല ആക്ച്വലി ഇത്. ബാക്കി ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറയാം. -1/R1 × CF എന്നുള്ളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ഒരു ഇൻ്റഗ്രേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇൻ്റഗ്രേറ്റർ എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്ററിൽ നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ട് വേവ് ഫോംസ് പോസിബിൾ ആണ്, ഇത് ശരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിതിൻ്റെ തിയറി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ സ്റ്റെപ്പ്, അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു റാമ്പ് ഔട്ട്പുട്ട് ആയിരിക്കും. സോ വാട്ട് ഈസ് മീൻ ബൈ റാമ്പ് അല്ലേ? പോസിറ്റീവ് റാമ്പ് നെഗറ്റീവ് റാമ്പൊക്കെ വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു റാമ്പ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സ്റ്റെപ്പാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് റാമ്പാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അത് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ബേസിക്കലി കൊടുക്കുന്ന ഒരു സ്ക്വയറാണ് ഒരു ഇൻ്റഗ്രേറ്ററിലേക്ക് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ, ഒരു സ്ക്വയറാണ് ഇൻ്റഗ്രേറ്ററിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ എനിക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഒരു ട്രയാങ്കുലർ വേവ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊരു സ്ക്വയർ വേവ് ടു ട്രയാങ്കുലർ വേവ് കൺവേർട്ടർ ആണ്, ഒരു സ്റ്റെപ്പ് ടു റാമ്പ് വേവ് കൺവേർട്ടറും ആണ് ബേസിക്കലി അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കൊസൈൻ വേവ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ സൈൻ്റെ ഇൻ്റഗ്രൽ ആക്ച്വലി കോസ് ആണ് അല്ലേ. അപ്പോൾ ഒരു സൈനസോയിഡൽ വേവ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു കോസൈനസോയിഡൽ വേവ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്ററിൻ്റെ വേവ് ഫോമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഫുള്ളി ഒരു ഐഡിയൽ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടാണ്. ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ മോഡിഫിക്കേഷൻസേ വരുള്ളൂ. നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു കോമ്പൻസേഷൻ റെസിസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ സർക്യൂട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഐഡിയൽ സർക്യൂട്ടിൻ്റെ ബേസിസിൽ അതിൻ്റെ തിയറി പറഞ്ഞാൽ മതിയാവും. അപ്പോൾ എന്തൊക്കെ അപ്ലിക്കേഷൻസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള അനലോഗ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിലെ ഒരു മേജർ കോമ്പണൻ്റ് ആണ് ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിഗ്നൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഒരു ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ റാമ്പ് ജനറേറ്റേഴ്സിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഇൻ്റഗ്രേറ്റർ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സർക്യൂട്ടാണ് ഡിഫറൻഷ്യേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്ററിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ഇൻ്റഗ്രേറ്ററിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്ററിൽ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻഷ്യൽ ഓഫ് ഇൻപുട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദി ബേസിക് സർക്യൂട്ട്. സോ എ സർക്യൂട്ട് ഇൻ വിച്ച് പ്രൊഡ്യൂസസ് ദി ഡിഫറൻസിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ഡിഫറൻഷ്യേറ്റർ. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്
ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സർക്യൂട്ട് കണ്ടോ? ഈ സർക്യൂട്ട് നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഇൻ്റഗ്രേറ്റർ പഠിച്ച സമയത്ത് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതായിരുന്നു അല്ലേ. നമ്മൾ ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യും, ഫീഡ്ബാക്ക് ആയിട്ടൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യായിരുന്നെങ്കിൽ ഇതായിരുന്നു ഇൻ്റഗ്രേറ്റർ. ഈ ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ എന്ത് മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തിയിരിക്കുന്നത്? ആ റെസിസ്റ്ററും കപ്പാസിറ്ററും മ്യൂച്വലി ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ. അതായത് റെസിസ്റ്ററിൻ്റെ സ്ഥാനത്ത് കപ്പാസിറ്ററും കപ്പാസിറ്ററിൻ്റെ സ്ഥാനത്ത് റെസിസ്റ്ററും കണക്ട് ചെയ്തു. അതായത് ഇൻപുട്ടിൽ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു, ഫീഡ്ബാക്ക് ആയിട്ട് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഈ സർക്യൂട്ടിനെയാണ് നമ്മൾ ബേസിക്കലി ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇൻ ഡിഫറൻഷിയേറ്റർ the output voltage is proportional to d/dt of input voltage. ഇങ്ങനെയായിരിക്കും ബേസിക്കലി വരിക. d/dt എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് ഈക്വലായി മാറും. അപ്പോൾ ഇതിൽ C1 × RF എന്നുള്ളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വി ഔട്ട് ഇസ് ഈക്വൽ ടു -C1 × RF × d/dt of Vn. ഇവിടെ മൈനസ് വരാനുള്ള കാരണമൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ ഇൻപുട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൊത്തം എക്സ്പ്രഷനും ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇതിനെയും നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് മാനറിലൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇൻവേർട്ടിംഗ് മാനറിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് -C1 × RF d/dt of V എന്നുള്ള എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രേറ്ററിൽ പറഞ്ഞു ഏതൊക്കെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നു അല്ലേ. യെസ്. അപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറൻഷിയേറ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഇൻപുട്ട് കൊടുത്താൽ ഏതൊക്കെ ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇവിടെ കൊടുക്കുന്ന സ്റ്റെപ്പ് ആണെങ്കിൽ, ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വി ഗെറ്റ് സ്പൈക്സ് ഓർ ഇമ്പൾസസ്. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വേവ് ഫോമാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. എന്താണ് സ്പൈക്സ് എന്ന് പറഞ്ഞാൽ? സ്പൈക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതുപോലത്തെ വേവ്, ഇതാണ് സ്പൈക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതുപോലത്തെ വേവ് ഫോമിനെയാണ് സ്പൈക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് സ്പൈക്ക് അല്ലെങ്കിൽ ഇമ്പൾസസ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടും അല്ലേ. ഇതുപോലെ തന്നെ നമ്മളൊരു സ്ക്വയർ വേവ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു ഡിഫറൻഷിയേറ്ററിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നേരത്തെ നമുക്ക് ട്രയാങ്കുലർ കിട്ടുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ നമുക്ക് ട്രെയിൻ ഓഫ് ഇമ്പൾസസ് ആണ് കിട്ടുക. അതായത് ഇതുപോലത്തെ വേവ് ഫോം, ഇതുപോലത്തെ വേവ് ഫോമാണ് നമുക്ക് കിട്ടുക. നമ്മൾ ബിടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ലാബിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ വേവ് ഫോം ഔട്ട്പുട്ട് എടുത്തതാണ്, നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ സ്ക്വയർ വേവ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഓഫ് ഇമ്പൾസസ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇതുപോലെ തന്നെ ഒരു സൈൻ വേവ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് കൊസൈൻ, അതായത് സൈനിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമുക്ക് കിട്ടുക. ഒരു സൈൻ കൊടുത്താൽ ഒരു നെഗറ്റീവ് കൊസൈൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റർ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും ഇതാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്ററിൻ്റെ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. പ്രാക്ടിക്കൽ സർക്യൂട്ട് ഐഡിയൽ സർക്യൂട്ടിന് സ്ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് പ്രാക്ടിക്കൽ സർക്യൂട്ടിനുണ്ട് അല്ലേ. അപ്പോൾ അഡീഷണലി നമ്മൾ 2 കോമ്പണൻസ് കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻ കിട്ടും. അപ്പോൾ ഐഡിയൽ വേർഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. പ്രാക്ടിക്കൽ വേർഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തേ ഉള്ളൂ. സോ എന്തൊക്കെ അപ്ലിക്കേഷൻസിൽ നമുക്ക് ഡിഫറൻഷിയേറ്റർ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇൻ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ടു ഡിറ്റക്ട് ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ഇൻ ദി ഇൻപുട്ട് സിഗ്നൽ. ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടാണ്. അതുപോലെ തന്നെ ആസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിറ്റക്ടർ ഇൻ ദി FM ഡിമോഡുലേറ്റർ. FM ഡിമോഡുലേറ്ററിൽ റേഞ്ച് ഡിറ്റക്ടർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിറ്റക്ടർ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഒരു ഡിഫറൻഷിയേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ബേസിക്കലി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. സോ വാട്ട് ഈസ് മീൻ ബൈ ഡിഫറൻഷിയേറ്റർ, വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റഗ്രേറ്റർ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട്. യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 സ്പെഷ്യൽ സർക്യൂട്ട്സുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറും കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടറും. അപ്പോൾ എന്തായിരിക്കും വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ? ഹിയർ ദി ഔട്ട്പുട്ട് ലോഡ് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. അതായത് നമ്മൾ വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത് കറണ്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറയാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് മെത്തേഡിൽ ഒരു ഇൻവേർട്ടിംഗ് മാനറിലും സെക്കൻഡ് മെത്തേഡിൽ ഒരു നോൺ ഇൻവേർട്ടിംഗ് മാനറിലുമാണ് വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻവേർട്ടിംഗ് മാനർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നമ്മളൊരു ഒപ്പാമ്പ് എടുത്തു, അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തു, ഇൻവേർട്ടിംഗിലേക്ക് ഞാനൊരു വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തു, 2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എനിക്ക് കിട്ടുന്ന നെറ്റ് ഒരു കറണ്ട് ആയിരിക്കും. ഇതേപോലെ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് വേയിലൂടെയും കണക്ട് ചെയ്യാം. അതായത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഞാൻ ഇൻപുട്ട് കൊടുത്തു, ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് ഈ രീതിയിലും നമുക്കൊരു
വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറിൽ ഇവിടെ കറണ്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ കറണ്ട് ഔട്ട്പുട്ട് IL എന്ന് പറയുന്നത് IIക്ക് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ജനറലി പറയാം ഈ കറണ്ട് എന്ന് പറയുന്നത് VI/RI ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിന്ന് കാണാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഇൻപുട്ട് കറണ്ടും ലോഡ് കറണ്ടും സെയിം ആയിരിക്കും. അത് VI/RI ആയിരിക്കും. അപ്പോൾ VI/RI എന്താ? ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതിന്ന് പറയാം റെസിസ്റ്റൻസ് എന്നുള്ള കോൺസ്റ്റന്റ് ആണല്ലോ. ലോഡ് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു VI എന്ന് പറയാം. അതായത് ഔട്ട്പുട്ട് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിനെ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറയുന്നത്. വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് DC വോൾട്ട് മീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലോ വോൾട്ടേജ് AC വോൾട്ട് മീറ്ററിൽ നമ്മൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഡയോഡ് ടെസ്റ്റർ ആൻഡ് മാച്ച് ഫൈൻഡർ സർക്യൂട്ട്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെനർ ഡയോഡ് ടെസ്റ്റർ സർക്യൂട്ടിലും നമ്മൾ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ ആണ്. അപ്പോൾ കറണ്ട് നമ്മുടെ ഇൻപുട്ടും വോൾട്ടേജ് നമ്മുടെ ഔട്ട്പുട്ടും. അതായത് എന്തായിരിക്കും ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻ? ഹിയർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ദിസ് ഇസ് കോൾഡ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഇതിനും നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇൻവേർട്ടിംഗ് മാനറിലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കറണ്ട് സോഴ്സാണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഔട്ട്പുട്ടാണ് വോൾട്ടേജ് ആണ് കിട്ടുക, പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എനിക്ക് കിട്ടുക അല്ലേ. അപ്പോൾ II എന്ന് പറയുന്ന ഒരു കറണ്ട് സോഴ്സ് ആണ്. ഞാനിതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഇൻപുട്ട് കറണ്ട് കണ്ടുപിടിക്കാം. ഇൻപുട്ട് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ വോൾട്ടേജ് ആദ്യം കണ്ടുപിടിക്കണം. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VA. ഈ വോൾട്ടേജും കണ്ടുപിടിക്കണം. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VO. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ വെച്ച് നമുക്ക് എഴുതാം. ഓംസ് ലോ പ്രകാരം II ഈക്വൽ ടു ഫസ്റ്റ് VA മൈനസ് Vout എന്ന് എഴുതാം. VA മൈനസ് Vout എന്ന് പറഞ്ഞാൽ VA എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്കുള്ള വോൾട്ടേജ് അല്ലേ. VA മൈനസ് Vout ആയിരിക്കും. ഹോൾ ഡിവൈഡർ ബൈ ഇതിന് നെറ്റായിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം, R ആയിരിക്കും. VA മൈനസ് Vout ബൈ R വെച്ച് നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ബേസിക്കലി ഇവിടുത്തെ VA എന്ന് പറയുന്നത് വിർച്വൽ ഗ്രൗണ്ടിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വിർച്വൽ ഗ്രൗണ്ട്. അപ്പോൾ വിർച്വൽ ഗ്രൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം VAയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നെറ്റ് കറണ്ട് എഴുതാം. ഇൻപുട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു മൈനസ് Vout ബൈ R എന്ന് എഴുതാം. ബിക്കോസ് VA വിൽ ബി 0 അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ ഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇതിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചൂടെ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് നത്തിങ് ബട്ട് മൈനസ് II ഇൻറ്റു R എന്ന് കിട്ടും. മൈനസ് II ഇൻറ്റു R. അതാണ് നമ്മളോട് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Vout ഈക്വൽ ടു മൈനസ് II ഇൻറ്റു R എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ലൈക്ക് Vout ഈസ് പ്രൊപ്പോർഷണൽ ടു II എന്ന് എഴുതാം. കാരണം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളത് ഇൻപുട്ട് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് എന്ത് പറയാം? കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ എന്ന് പറയാം. കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ എന്താണെന്ന് അല്ലേ. യെസ്. അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് നിങ്ങൾ നോക്കുക. ഒന്ന്, ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടേഴ്സിൽ നമ്മൾ കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ഡിറ്റക്ടറിലും നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഒരു കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. 2 ആപ്ലിക്കേഷൻസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒപ്പാമ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോഗരിതമിക് ആംപ്ലിഫയർ ആണ്. അപ്പോൾ 2 സർക്യൂട്ട്സ്, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷ്യേറ്റർ പറഞ്ഞ പോലെ 2 സർക്യൂട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ലോഗ് ആംപ്ലിഫയറും ഒന്ന് ആൻറ്റി ലോഗ് ആംപ്ലിഫയറും. അപ്പോൾ എന്തായിരിക്കും ലോഗും ആൻറ്റി ലോഗും നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ലോഗരിതമിക് ആംപ്ലിഫയർ ആണ്. ലോഗരിതമിക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ആംപ്ലിഫയർ ഓർ ലോഗ് ആംപ്ലിഫയർ is an electronic circuit that produces an output that is proportional to logarithm of applied input. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ലോഗരിതമിക് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗ് ഓഫ് ഇൻപുട്ട് ആണെങ്കിൽ നമുക്കിതിനെ ലോഗരിതമിക് ആംപ്ലിഫയർ എന്നാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ലോഗരിതമിക് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് യൂസിങ് ഡയോഡും ഒന്ന് യൂസിങ് ട്രാൻസിസ്റ്ററും. അപ്പോൾ ഡയോഡ് വഴി ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള ആംപ്ലിഫയർ എടുത്തു. ഞാനതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്തു. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുത്തു. നമ്മൾ ഫീഡ്ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണെങ്കിൽ
നമുക്കിതിനെ ലോഗരിതമിക് ആംപ്ലിഫയർ യൂസിങ് ഡയോഡ് എന്ന് പറയാം. അപ്പോൾ ഫീഡ്ബാക്ക് ഫാക്ടറിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത് എന്താണ്? ഒരു ഡയോഡ് സർക്യൂട്ടാണ്. ഇതേപോലെ നമുക്ക് എന്തും ചെയ്യാൻ വേണമെങ്കിൽ ഈ ഡയോഡിന് പകരം ഒരു സിമ്പിൾ ട്രാൻസിസ്റ്റർ ആയിട്ടും നമുക്ക് ഈ ലോഗരിതമിക് ആംപ്ലിഫയറിനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയോഡ് വെച്ചിട്ടും ട്രാൻസിസ്റ്റർ വെച്ചിട്ടും നമുക്ക് ഈ ലോഗ് ആംപ്ലിഫയർ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതിൻ്റെ തിയറി പഠിക്കുമ്പോൾ ഇത് ഫുൾ അനാലിസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മാത്രം മതി ആക്ച്വലി, നമുക്കിതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. കാരണം നമ്മൾ PSC എക്സാമിൻ്റെ ബേസിസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് ഇസ് മൈനസ് ഈറ്റ ഇൻറ്റു VT ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് V/V റെഫറൻസ് ആണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഈറ്റ ഇൻറ്റു VT. സോ വാട്ട് ഈസ് മീൻ ബൈ VT? VT എന്ന് പറഞ്ഞാൽ ഡയോഡ് തെർമൽ ഇക്വാലൻ വോൾട്ടേജിനാണ് VT എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് V/V റെഫറൻസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൽ ഈറ്റ എന്ന് പറയുന്നതും VT എന്ന് പറയുന്നതും ഒക്കെ ആക്ച്വലി എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ബേസിക്കലി പറയാം Vout ഈസ് പ്രൊപ്പോർഷണൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് V/V റെഫറൻസ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ലോഗരിതമിക് ആയിരിക്കും. ലോഗരിതമിക് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആവുകയാണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ലോഗരിതമിക് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? മൈനസ് ഈറ്റ ഇൻറ്റു VT ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് V/V റെഫറൻസ് അല്ലേ? ഇതിൽ ഈറ്റ എന്ന് പറയുന്നത് നോർമലി ഐഡിയലി 1 ആയിരിക്കും. അപ്പോൾ VT എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. VT എന്ന് പറയുന്നത് ആക്ച്വലി ഡയോഡിൻ്റെ തെർമൽ ഇക്വാലൻ വോൾട്ടേജ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് KT/Q എന്നുള്ളൊരു ഫോർമുല വെച്ചിട്ടാണ് VT കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലം ഒന്നും ചോദിക്കില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ ആക്ച്വൽ വാല്യൂ 25.8 മില്ലി വോൾട്ട് ആണ് അപ്രോക്സിമേറ്റ്ലി VTയുടെ വാല്യൂ. അപ്പോൾ ഇതിൽ K എന്ന് പറയുന്നത് ആക്ച്വലി ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. അതുപോലെ തന്നെ T എന്ന് പറയുന്നത് ഡയോഡിൻ്റെ ടെമ്പറേച്ചർ ആണ്. Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. 1.6 ഇൻറ്റു 10⁻19 കൂളമാണ് Q എന്ന് പറയുന്നത്. അപ്പോൾ KT/Q ആണ് ആക്ച്വലി ഡയോഡിൻ്റെ തെർമൽ ഇക്വാലൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോഗരിതമിക് ആംപ്ലിഫയർ. അപ്പോൾ ഇതിൽ ക്ലിയർ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗരിതം ഓഫ് ഇൻപുട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഈ ലോഗരിതമിക് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരും. അതിൽ ആ ഈറ്റ എന്നുള്ള പാരാമീറ്റർ നമുക്ക് ഒഴിവാക്കിക്കൊണ്ടാണ്, രണ്ടും സെയിം തന്നെയാണ്. ഈറ്റ എന്നുള്ള പാരാമീറ്റർ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് പറഞ്ഞാണ്, അത് ഐഡിയലി 1 ആയതുകൊണ്ട്. അപ്പോഴും സെയിം എക്സ്പ്രഷൻ തന്നെ, മൈനസ് VT ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് V/V റെഫറൻസ്. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് പറയാൻ പറ്റും. അപ്പോൾ ലോഗരിതമിക് ആംപ്ലിഫയറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗ് ഓഫ് ഇൻപുട്ട് അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ ഇക്വേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? മൈനസ് ഈറ്റ ഇൻറ്റു VT. ഈറ്റയെ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, കാരണം അത് 1 ആണ്. VT എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, KT/Q ആണ്. K എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T എന്ന് പറഞ്ഞാൽ ഡയോഡ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ Q എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലോഗരിതമിക് ആംപ്ലിഫയറിൻ്റെ സ്റ്റേറ്റ് പറയാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻറ്റി ലോഗ് ആംപ്ലിഫയർ ആണ്. നമ്മളിപ്പോൾ ലോഗ് ആംപ്ലിഫയർ പറഞ്ഞ അതേപോലെ തന്നെയാണ് ആൻറ്റി ലോഗ് ആംപ്ലിഫയർ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആൻറ്റി ലോഗ് ഓഫ് ഇൻപുട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? E⁻. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് കിട്ടുന്നതെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ആൻറ്റി ലോഗ് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ ഓർ ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആൻറ്റി ലോഗരിതം ഓർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഇൻപുട്ട്. അപ്പോൾ എന്താണ്? എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി ലോഗിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ആൻറ്റി ലോഗ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ആൻറ്റി ലോഗരിതമിക് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പോൾ ലോഗും, അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ റിലേറ്റഡ് ആണ്. നമ്മൾ ഡിഫറൻഷ്യേറ്റർ എങ്ങനെ പഠിച്ചോ, അതിൽ കോമ്പണൻസിന് ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇൻറ്റഗ്രേറ്റർ കിട്ടും അല്ലേ? വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറും ഏകദേശം സെയിം. ആ വോൾട്ടേജ് സോഴ്സിനെ റീപ്ലേസ് കൊണ്ട് കറണ്ട് സോഴ്സ് ആക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ ആൻറ്റി ലോഗും ലോഗും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്, ആൻറ്റി ലോഗിൽ നമുക്കുണ്ടായിരുന്ന ഡയോഡിൻ്റെ പൊസിഷനും റെസിസ്റ്ററിൻ്റെ പൊസിഷനും മ്യൂച്വലി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോഗും ആൻറ്റി ലോഗും ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഡയോഡും ട്രാൻസിസ്റ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രണ്ട് സർക്യൂട്ടിൽ ഡയോഡിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെയും പൊസിഷൻസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ലോഗ് ആംപ്ലിഫയറിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഡയോഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് പാത്തിലായിരുന്നു. പക്ഷേ ആൻറ്റി ലോഗ് ആംപ്ലിഫയറിൽ നമ്മൾ ഇൻപുട്ടിലാണ് ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, പിന്നെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് RF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഇക്വേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
നമുക്കിവിടെ പറയാം വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി റെഫറൻസ് ഇൻറ്റു ഇ റേസ് ടു വി ഇൻ ബൈ ഈറ്റ ഇൻറ്റു വി ടി ആണ്. ഇതിലെന്താണ് ആക്ച്വലി വി റെഫറൻസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് വോൾട്ടേജ് ആണ്. ഇ റേസ് ടു വി ഇൻ ഈറ്റ ഇൻറ്റു വി ടി. ഈറ്റ എന്നുള്ളത് ബേസിക്കലി ഐഡിയാലിറ്റി ഫാക്ടർ ആണ്. നോർമലി 1 ആണ്, 2 വരെ അതിൻ്റെ വാല്യൂ വരാം. വി ടി ഓൾറെഡി നമുക്കറിയാം കെ ടി ബൈ ക്യൂ ആണ് വി ടിയുടെ വാല്യൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു ഇ റേസ് ടു ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. ഇ റേസ് ടു ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. അതായത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ എക്സ്പൊണൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് ഇൻപുട്ട് ആണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ആൻറ്റി ലോഗ് ആംപ്ലിഫയർ എന്ന് പറയാം. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. റെഫറൻസ് വോൾട്ടേജ് ആണെങ്കിലും ഈറ്റ ആണെങ്കിലും വി ടി എന്നുള്ള വോൾട്ടേജ് ആണെങ്കിലും അതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇതാണ് ബേസിക്കലി ആൻറ്റി ലോഗ് ആംപ്ലിഫയർ. അതിൽ ഐഡിയാലിറ്റി ഫാക്ടർ കൺഫ്യൂഷൻ ആവാതെ ഈറ്റ അല്ല, ഈ മൊത്തം ആൻറ്റി ലോഗ് ആംപ്ലിഫയറിൻ്റെ ഐഡിയാലിറ്റി ഫാക്ടറത്തെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. 1 to 2 ആയിരിക്കും ഇതിൻ്റെ ഐഡിയാലിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ആൻറ്റി ലോഗ് ആംപ്ലിഫയർ എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ലോഗ് ആംപ്ലിഫയറും ആൻറ്റി ലോഗ് ആംപ്ലിഫയറും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.